أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഭാഗ്യശാലികളിൽ മുത്തഖികളിൽ വിശിഷ്യ മുവഹ്ഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ നിർണായകമായ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ഈ പരിശുദ്ധ റമദാൻ ബാക്കിയായി നിൽക്കുന്നത്. ഇത്രയും നാളുകൾ നമ്മൾ നിർവഹിച്ച ഓരോ കർമ്മങ്ങളും ഇബാദത്തുകളും അള്ളാഹു പരിപൂർണമായിട്ട് നമ്മിൽ നിന്നും കബൂൽ ചെയ്യുന്നതാണ്. അള്ളാഹു ഈ ഒരു ഉമ്മത്തിനെ മറ്റു സമുദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെരഞ്ഞെടുക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം നിങ്ങളെ നമ്മളൊരു മധ്യമ സമുദായമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഇങ്ങനെ നിങ്ങളെ തെരഞ്ഞെടുത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സാക്ഷികളായതുപോലെ, നിങ്ങൾക്ക് ജീവിച്ച് മാതൃകയായി കാണിച്ചു തന്നതുപോലെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വരുന്ന തലമുറകൾക്ക് നിങ്ങൾ സാക്ഷികളാവാനെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് വ്യതിരക്തമായി ഈ ഉമ്മത്ത് ഒരുപാട് മാറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ആലോചിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു പ്രത്യേകമായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ഹദീസിൽ വായിക്കാൻ കഴിയും. ഒരു സമ്പന്നനായ ധനാഢ്യനായ മനുഷ്യൻ, അദ്ദേഹം ഒരു പ്രഭാതത്തിൽ ഒരു വലിയ മാർക്കറ്റിൽ വന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വളപ്പിൽ, എന്റെ തൊടികയിൽ, എന്റെ പറമ്പിൽ ഈ സുബഹി മുതൽ ലൊഹർ വരെ എനിക്ക് ജോലി ചെയ്യാൻ ഒരു സംഘം ആളുകളെ വേണം. അവരാ ജോലി പൂർത്തീകരിക്കുന്ന മുറക്ക് ഞാൻ അവർക്കൊരു ഖിറാത്ത് പ്രതിഫലം കൊടുക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ജനാസ നമസ്കാരത്തിൽ, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ അയാൾക്ക് കിട്ടുന്നത് ഒരു ഖിറാത്ത് പ്രതിഫലമാണ്. ഒരാളൊരു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ ഒരു പുരുഷൻ അത് കഴിഞ്ഞ് ഖബർസ്ഥാൻ വരെ പോയി ആ മുഴുവൻ കർമ്മങ്ങളും പൂർത്തീകരിച്ച് തിരിച്ചു വന്നാൽ അയാൾക്ക് കിട്ടുന്നത് 2 ഖിറാത്താണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലെ ഖിറാത്ത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജബലു ഉഹുദ്, ഉഹുദ് മലയുടെ അത്ര വലുപ്പമാണ്. നമ്മൾ ആലോചിക്കും, മക്ക മദീന മുനവറയിലെ ഉഹുദ് മല കാണാത്തവർ നമ്മുടെ കൂട്ടത്തിലൊന്നും ഉണ്ടായിരിക്കുകയില്ല. ആ ഉഹുദ് മലയുടെ വലുപ്പത്തെ കുറിച്ച് വിവക്ഷിച്ചത് 8 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയിലും വിസ്തൃതയായിട്ട് കിടക്കുന്ന ഒന്നാണ്. അത്രയും വലിയ പ്രതിഫലമാണ് നമുക്ക് ഈ ഒരു കർമ്മത്തിന് കിട്ടുന്നത്. നമ്മൾ ആലോചിക്കും, ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ പറമ്പിൽ ലൊഹർ വരെ പണിയെടുക്കുന്നവർക്ക് ഒരു ഖിറാത്ത് കൊടുക്കും. ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് ഈ പണി ആരംഭിക്കുന്നു, അവർ ലൊഹറോട് കൂടി അത് പൂർത്തീകരിക്കുന്നു. വീണ്ടും ലൊഹറാവുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ മനുഷ്യൻ ഇതേ മാർക്കറ്റിൽ വന്നിട്ട് ആളുകളോട് വിളിച്ചു പറഞ്ഞു, ഈ ലൊഹർ മുതൽ അസർ വരെ എനിക്ക് രണ്ടാമത്തെ ഒരു ടീമിനെ കിട്ടണം. അവർക്ക് ജോലി ചെയ്താൽ അവർക്കും ഞാൻ അസർ വരെ അവർ ജോലി ചെയ്താൽ അടുത്ത ഒരു ഖിറാത്ത് അവർക്ക് കൊടുക്കും, ഒരു ഹുദുമലയുടെ അത്ര കൊടുക്കും. അങ്ങനെ രണ്ടാമത്തെ ഒരു ടീം വന്ന് ജോലി തുടങ്ങി. അവർ ജോലി അവസാനിപ്പിക്കുന്നതിന്റെ അസറിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഈ മനുഷ്യൻ വീണ്ടും ഇതേ മാർക്കറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മൂന്നാമത്തെ ഒരു ടീമിനെ കിട്ടണം. അവർ ജോലി ചെയ്യേണ്ട സമയം അസർ മുതൽ മഗ്‌രിബ് വരെയാണ്. അവർക്ക് പക്ഷെ ഞാൻ 2 ഖിറാത്ത് കൊടുക്കും. ആദ്യത്തെ 2 വിഭാഗത്തിനും ഓരോ ഹുദുമലയുടെ അത്രയാണ് കൊടുത്തതെങ്കിൽ ഇവർക്ക് ഞാൻ 2 ഹുദുമലയുടെ അത്ര കൊടുക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ ഷിഫ്റ്റിൽ രാവിലെ സുബഹി മുതൽ ലൊഹർ വരെ ഉള്ള സമയം നല്ല നീണ്ട ലെങ്ത് കൂടിയ ടൈമാണ്. മാത്രമല്ല 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് വെയിൽ ചൂടായിട്ട് കാലാവസ്ഥ ചൂടും ഉഷ്ണവുമായിട്ട് നല്ല ഒരു സമയത്ത് ലോങ് ടൈമിൽ ഓരോ ഖിറാത്തിന് പണിയെടുത്തവരാണ് ഖൗമുൽ യഹൂദ്. അവരാണ് യഹൂദന്മാരായിട്ടുള്ള ആളുകൾ. പിന്നെ വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ലൊഹർ മുതൽ അസർ വരെയുള്ള നല്ല ചൂടുള്ള സമയത്ത് അടുത്ത ഒരു ഖിറാത്തിന് ജോലി ചെയ്തവരാണ് ഖൗമുൽ നസാറ, നസാറാക്കളായിട്ടുള്ള ആളുകൾ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസർ കഴിഞ്ഞ് നല്ല ക്ലൈമറ്റിൽ, ഇപ്പൊ വെയിലൊക്കെ ഒന്ന് അസ്തമിച്ച് ശമിച്ച്, എന്നാൽ അതോടൊപ്പം തന്നെ ടൈം വളരെ കുറവ്, മഗ്‌രിബ് വരെ, ഈ സമയത്ത് 2 ഖിറാത്തിന് പണിയെടുത്തവർ, ജോലി ചെയ്തവർ ഉമ്മത്തി എന്റെ സമുദായമാണ്.
അഥവാ നമ്മളാണ്. ഈ സമയത്ത് ഈ നീണ്ട ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഫളിബത്തിൽ യഹൂദ വൻ നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും നസാറാക്കളും അവര് ദേഷ്യം പിടിച്ചു. അവർ അള്ളാഹുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ ടൈം ജോലിയും കുറച്ച് കൂലിയും, എന്നാൽ ഇവർക്ക് കുറഞ്ഞ ടൈം ജോലിയും കൂടുതൽ കൂലിയും. ഇതെന്താണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൽ നഖസ്തുകും മിൻ ഹഖിക്കും, നിങ്ങളുടെ ഹക്കിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കുറച്ചോ? ഈ സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങളുടെ ഹക്കൊന്നും കുറച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്ത ജോലിക്ക് പരിപൂർണമായിട്ട് എത്രയോ കൂടുതൽ കൂലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു പരിഭവം, ഞങ്ങളുടെ ഒരു സങ്കടം ഇവർക്ക് എന്തിനാണ് ഡബിൾ കൊടുത്തത് എന്നതാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞാൽ എന്തെന്നറിയോ, അതെന്റെ ഔദാര്യമാണ്, എന്റെ ഫളിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്റെ ഫളില് ഞാൻ ഉദ്ദേശിക്കുന്ന വിധം കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും അതിൽ പരിഭവപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു ഈ രണ്ട് സമുദായത്തോടും പറഞ്ഞത് നമുക്ക് ഹദീസിലൂടെ വഹയിലൂടെ പറഞ്ഞു തരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും നമ്മുടെ കർമ്മങ്ങളും മറ്റുള്ളവർ വരെ അത് അംഗീകരിക്കുകയാണ്, മറ്റുള്ളവർ വരെ അത് ശരിവെക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റു മതവിഭാഗങ്ങളൊക്കെ അത് അസൂയയോടുകൂടിയാണ് കാണുന്നത്. ഒരു ഇബാദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ആലോചിക്കൂ. പ്രത്യേകിച്ച് ഈ റമളാൻ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ പള്ളികളും മഹല്ലുകളും ഒക്കെ അവിടെ വല്ലാത്ത സജ്ജീകരണം വരികയാണ്, സജീവമാവുകയാണ്. എല്ലാ പള്ളികളിലും അവിടെ ഇഫ്താറുകൾ നടക്കുന്നു. നമ്മൾ ആലോചിക്കുമ്പോൾ പലയിടത്തും അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ മഗ്‌രിബിലെത്തിയത് നമ്മുടെ ടൗൺ സലഫി മസ്ജിദിലാണ്, കണ്ണൂര്. അവിടെ ഇഫ്താറിന് വേണ്ടി ഒരു 100-200-ലധികം ആളുകൾ ആ സമയത്ത് അവിടെ വരികയാണ്. ആ പള്ളി നിറഞ്ഞ് പുറത്തുകൂടി മഗ്‌രിബ് നമസ്കാരത്തിന് ആളുകൾ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും, അതുപോലെ തന്നെ ഇന്ത്യയിലും മറ്റ് ലോകത്തിന്റെ ഭാഗത്തുമൊക്കെ ഈ റമളാൻ മാസത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഇബാദത്തിന്റെ ഭാഗമായി കൊടുക്കുന്ന സക്കാത്തിന്റെ 2.5% നമ്മൾ കൊടുക്കുന്നത്, കണക്കില്ലാതെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്വതക്കയുടെ കണക്ക് നമ്മൾ ആലോചിച്ച് ഒരിക്കലും നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. ഇതൊക്കെ കൊടുത്ത് വാരിക്കോരി കോടികളാണ് ഈ ഉമ്മത്തിൽ നിന്ന് മറയുന്നത്. ഇത് കഴിഞ്ഞ് റമളാനിന്റെ അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു കർമ്മമുണ്ട്, അതാണ് സക്കാത്തുൽ ഫിത്തർ. അവസാനം പെരുന്നാളിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം വളരെ സമാധാനപൂർണമായി വളരെ സമാധാനത്തിൽ നിശബ്ദമായിട്ട് നമ്മൾ മഹല്ലുകളിൽ കൊടുക്കുന്ന ഈ ഒരു ഫിത്തർ സക്കാത്തിന്റെ വിഹിതം പോലും അതുപോലും കോടികളാണ്. നമ്മൾ ആലോചിക്കും, നമ്മുടെ കേരളത്തിൽ പുതിയ കണക്കനുസരിച്ച് 1,08,00,000 മുസ്ലിങ്ങളുണ്ട്. ഈ 1,08,00,000 മുസ്ലിങ്ങളിൽ ഒരു 28 ലക്ഷത്തെ നമ്മൾ മാറ്റിവെക്കുക, പരമ ഫക്കീറന്മാരും സാധുക്കളുമാണ്. അവർ സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 80 ലക്ഷം ആളുകൾ ഒരാൾക്ക് 2.5 കിലോക്ക് അടുത്ത് വെച്ചാണ് അത് കൊടുക്കേണ്ടത്. ജനിച്ച കുട്ടിക്ക് വരെ കൊടുക്കണം. അങ്ങനെ 80 ലക്ഷം ആളുകൾ ഈ പറയുന്ന 2.5 കിലോ അരി വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കൂ, ഈ 2 കോടി കിലോ അരിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഒരു വിഭാഗത്തിന്റെ ഭാഗമായിട്ട് ആളുകളിലേക്ക് എത്തുന്നത്. ഈ 2 കോടി കിലോ അരിക്ക് ഒരു 50 രൂപ വെച്ച് കിലോക്ക് ശരാശരി കൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ 100 കോടി രൂപയുടെ അരിയാണ് സക്കാത്തുൽ ഫിത്തറിന് വേണ്ടി നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് നിന്ന് അവസാനമായി നമ്മൾ ചെലവഴിക്കുന്നത്. അല്ലാതെ കൊടുക്കുന്നത് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഈ ഉമ്മത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതകരമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളെ നമ്മൾ തെരഞ്ഞെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ലോകത്തിന് മാതൃകയായി ജീവിച്ചത്, അതേപോലെ നിങ്ങളും ആവാൻ നിങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കും. നിങ്ങളും അങ്ങനെ ആവണം എന്ന്. നമ്മൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളായി മാറുന്നത്. ഈ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇട്ടു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ മാതൃകയായി ജീവിച്ച ഒരുപാട് ആളുകൾ ലോകത്ത് കഴിഞ്ഞുപോയി. സഹാബത്തിന്റെ ഒക്കെ ജീവിതം അങ്ങനെയാണ്. അവരുടെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ നാട് വിട്ട് മദീനത്തേക്ക് പോകേണ്ടി വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ തടഞ്ഞു നിർത്തിയത് ജൂതന്മാരായിട്ടുള്ള ആളുകളായിരുന്നു, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർ പോയാൽ ഞങ്ങൾ ഇനി എങ്ങനെ അവിടെ ജീവിക്കും? നിങ്ങളാണ് ഞങ്ങളുടെ മാതൃക, നിങ്ങളാണ് ഞങ്ങൾക്ക് അനുധാവനം ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒറ്റൊന്ന് ഉദ്ധരിച്ചിട്ട് ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1993 ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന യൂറോപ്യനായ റൊമാനിയക്കാരനായ സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് മതക്കാരനാണ്. അദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് PhD നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം വലിയ ബിസിനസ് നടത്തുന്ന ബിസിനസ്മാനാണ് റൊമേനിയയിൽ. അദ്ദേഹം എല്ലാ വർഷവും തന്റെ ബിസിനസ് നവീകരിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും ഒരു വർഷത്തിൽ ആ വെക്കേഷൻ സമയത്ത് ഒരു 10 ദിവസത്തെ ഒരു യാത്ര നടത്തും, ഒരു ബിസിനസ് ടൂർ അദ്ദേഹം നടത്തും. അദ്ദേഹം ചിലപ്പോൾ ഭാര്യ കൂടെ ഉണ്ടാവും, മക്കളുണ്ടാവും. അങ്ങനെ അദ്ദേഹം അവിടെ പോയിട്ട് ഓരോ നാട്ടിലും പോയിട്ട് അവിടുത്തെ ബിസിനസ് പഠിച്ച് തന്റെ നാട്ടിൽ വന്നിട്ട് അതിനെ വിപുലീകരിക്കാൻ അദ്ദേഹം വലിയ ആ നാട്ടിലെ കോടീശ്വരൻ കൂടിയാണ്. 1992 അദ്ദേഹം യാത്ര ചെയ്തത് അദ്ദേഹം ഭാര്യയും തുർക്കിയിലേക്കാണ്.
ഈ തുർക്കിയിലേക്ക് എത്തിയപ്പോ അവിടുത്തെ ഒരൊറ്റ കാരണം കൊണ്ട് 1993 അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോ അദ്ദേഹം കൊടുത്ത പേരിട്ട പേര് മുഹമ്മദ് സ്റ്റീഫൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അദ്ദേഹം കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം 2002 സൗദി ഗവൺമെന്റിന്റെ ഗസ്റ്റുകളായിട്ട് അദ്ദേഹവും ഭാര്യയും മക്കയിലേക്ക് ഹജ്ജിന് വന്നു. ഈ ഹജ്ജിന് വന്ന സമയത്ത് അവിടുത്തെ അറബ് ചാനലുകളും അവിടുത്തെ പണ്ഡിതന്മാരും അദ്ദേഹവുമായി നടത്തിയ അഭിമുഖം അന്നത്തെ അറബ് പത്രത്തിൽ വൈറലായിട്ട് വന്നിരുന്നു. ഞാൻ അന്ന് അവിടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ആ പത്രത്തിൽ അത് വായിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മുഹമ്മദ് സ്റ്റീഫൻ റൊമേനിയ എന്നടിച്ചാൽ അദ്ദേഹം ആ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹം അവിടെ നമുക്ക് ഇപ്പോഴും അത് അപ്ലോഡാണ്. അദ്ദേഹം പറയുന്നത് 1992 ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് അവിടെ എത്തി ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പാക്കേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 10 ദിവസത്തെ പാക്കേജിൽ ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഹോട്ടൽ താമസം എല്ലാ ദിവസവും ഓരോ സ്ഥലം കൊണ്ടുപോയി കാണിക്കാൻ ഡ്രൈവറും വാഹനമൊക്കെ ഉണ്ടാവും. അതാ ഞങ്ങൾ അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ പുറപ്പെട്ടപ്പോ ഡ്രൈവറും ഞങ്ങൾ പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എമർജൻസി വീട്ടിലേക്ക് പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യം വന്നപ്പോ കോള് വന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇന്നത്തെ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഇന്ന് അവസാനിപ്പിക്കാൻ പ്രയാസമാണ്, നാളെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങൾ ടൈം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പോയാലും കാറ് ഞാൻ ഓടിച്ച് ഞാനും എന്റെ ഭാര്യയും ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് മാപ്പൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഇവര് യാത്ര പോയി. അങ്ങനെ അന്ന് കാണേണ്ടതൊക്കെ കണ്ട് വൈകുന്നേരം അവരുടെ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോ അവരുടെ റൂട്ട് മാറിപ്പോയി. റൂട്ട് മാറിയെന്ന് മാത്രമല്ല, കാർ അങ്ങനെ എത്തി ഒരു കുഗ്രാമത്തിൽ പോയി നിന്നു. ഒരു നാട്ടിൻപുറത്ത് ഒരു ഇടുങ്ങിയ വഴിയിൽ പോയിട്ട് രാത്രി ഒരു 9 മണിക്ക് അവരുടെ കാറ് മുന്നോട്ട് വഴിയില്ല. ഇവർ പേടിച്ചു പോയി, രാത്രിയാണ്, പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അവിടെ പുറത്തിറങ്ങി ഇവർ രണ്ടുപേരും, ഇദ്ദേഹം ഭാര്യ, ഇദ്ദേഹം പറയാം. അപ്പൊ അത് വഴി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ഗ്രാമീണൻ, തുർക്കിക്കാരൻ, ഒരു മുസ്ലിം തന്റെ സൈക്കിളിൽ വരുന്നുണ്ട്. അദ്ദേഹം വന്നപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ കൈ കാണിച്ചു നിർത്തി. അദ്ദേഹം അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിന്റെ വിസിറ്റിംഗ് കാർഡൊക്കെ കാണിച്ചു കൊടുത്ത് അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഹോട്ടലും ഈ സ്ഥലവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അവിടെ എത്താൻ നിങ്ങൾക്ക് സാഹസികമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഇന്ന് എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ആതിഥ്യം നൽകാം. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം വാഹനോട് ഒതുക്കി നിർത്തി ഇദ്ദേഹവും ഭാര്യയും കൂടെ ഇയാളുടെ കൂടെ നടന്നു. ഒരു 5 മിനിറ്റ് നടന്നപ്പോ ആ വീട്ടിലെത്തി. അങ്ങനെ ആ വീട്ടിലെത്തി ഇദ്ദേഹം പറഞ്ഞു, ആ വീട്ടിൽ കയറിയപ്പോ തന്നെ ചെറിയൊരു വീട്, ഒരൊറ്റ റൂമിൽ ഒരു ബെഡ്റൂമും ഒരു ചെറിയ പുറത്തൊരു ബാത്റൂം ടോയ്ലറ്റും അതിന്റെ ഉള്ളിൽ ഒരു കിച്ചണും. ആ വീട്ടിലേക്ക് കയറിയപ്പോ ചെറിയൊരു അരണ്ട വെളിച്ചമാണ് കണ്ടത്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങൾക്ക് ഒരു ലഘു ഭക്ഷണം കൊണ്ടുവച്ച് തന്നു. ഈ ഭക്ഷണത്തിന്റെ വലിപ്പവും വീടിന്റെ വലിപ്പവും എടുത്ത വെളിച്ചമൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഈ കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥ ബോധ്യപ്പെട്ടു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോ ഈ കുടുംബനാഥൻ പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ ഇതിന്റെ പിൻവശത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്, അവിടെയാണ് ഞങ്ങൾ താമസിക്കാറുള്ളത്, വരുന്നവർ ഈ വീട് ഞങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അദ്ദേഹവും ഭാര്യയും ഒരു 4 ചെറിയ കുട്ടികൾ, ഒരു 10 വയസ്സിന്റെ താഴെയുള്ള ഒരു 1 വയസ്സിന്റെ 1.5 വയസ്സിന്റെ ഒക്കെ ഡിസ്റ്റൻസിൽ 4 കുട്ടികൾ. ഈ കുട്ടികളെയും ഒരു 2-3 ബെഡ്ഷീറ്റ് തലേണ എടുത്ത് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഇദ്ദേഹം ഭാര്യയും കുട്ടികളും നിങ്ങളിവിടെ കിടന്നു, രാവിലെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പുറകിലോട്ട് പോയി. ഇദ്ദേഹവും ഭാര്യയും കിടന്നു. ഇദ്ദേഹം പറയാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു ഒന്ന് തുർക്കിയിൽ. പക്ഷെ എങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവസാനം ഞങ്ങൾ ഒരു 4 മണിക്ക് പരിപൂർണമായിട്ട് എണീറ്റു. ഭാര്യയോട് പറഞ്ഞു, ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോയി ഇന്നത്തെ ഷെഡ്യൂൾ നമുക്ക് പൂർത്തീകരിക്കണം, നാളെ കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാനുള്ളതാണ്. അങ്ങനെ പുറത്തിറങ്ങി ഈ കുടുംബത്തോട് യാത്ര പറയണം, നന്ദി പറയണം. പിൻവശത്തേക്ക് ഇദ്ദേഹം പറയാം, ഞാൻ പിൻവശത്തേക്ക് പോയി. പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറഞ്ഞു, ഞാൻ പിൻവശത്ത് എത്തിയപ്പോ അത്ഭുതപ്പെട്ടു, സ്തബ്ധനായിപ്പോയി. ആ പിൻവശത്തൊരു വീടുമില്ല, മറ്റൊന്നുമില്ല. ആ പിൻവശത്തൊരു ചെറിയ മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിൽ ഇദ്ദേഹവും ഭാര്യയും കുട്ടികളും ഈ ബെഡ്ഷീറ്റ് വിരിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് ആ തണുപ്പിൽ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എണീറ്റു. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചപ്പോ തണുത്ത് ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, എന്താണ് നിങ്ങൾ ഇന്നലെ രാത്രി ചെയ്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഭ്രാന്ത് സംഭവിച്ചോ? ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ? എന്തിനാണ് നിങ്ങൾ ഈ പണി ഞങ്ങളോട് ചെയ്തത്? ഈ ചെറിയ മക്കളെ ഈ തണുപ്പിൽ കിടത്തി ഞങ്ങൾക്കിത് ചെയ്തു തരാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് ചെയ്തത് എന്റെ ഔദാര്യമായിരുന്നില്ല, എന്റെ അവകാശമായിരുന്നു. ഈ അവകാശത്തെ എനിക്ക് പഠിപ്പിച്ചു തന്നത്, പകർന്നു തന്നത് എന്റെ ഇസ്ലാമാണ്, എന്റെ ദീനാണ്. ഇതെനിക്ക് പകർന്നു തന്നത് എന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെനിക്ക് പകർന്നു നൽകിയത് എന്റെ ഖുർആനാണ്. അപ്പൊ ഇത്രയും ആയപ്പോ തന്നെ എന്റെ ഭാര്യ മുൻവശത്തു നിന്ന് പിൻഭാഗത്തേക്ക് വന്നു. ഈ കുട്ടികൾ കിടക്കുന്ന രംഗം കണ്ടപ്പോ എന്റെ ഭാര്യ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്കിൽ ഈ ഖുർആനും ഈ ദീനും ഒക്കെ പറഞ്ഞു തരാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ താമസിക്കുന്ന ഇസ്താംബൂളിന്റെ ഭാഗത്ത് പോയാൽ
അവിടെ ലൈബ്രറികളുണ്ട്, ബുക്ക് സ്റ്റാളുകളുണ്ട്. ഖുർആൻ നിങ്ങളുടെ പിന്നെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതുണ്ട്. അതുകൊണ്ട് അതേപോലെ ഇസ്ലാമിക പുസ്തകങ്ങളുണ്ട് നിങ്ങളുടെ ഭാഷ. ഇതൊക്കെ നിങ്ങൾക്ക് സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് അത് കൊണ്ട് നാട്ടിൽ പോയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരപ്പെടും. അങ്ങനെ അദ്ദേഹം, ഞാൻ ചുരുക്കുന്നു, 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ നേരെ ഇവർക്ക് നന്ദി പറഞ്ഞ് പാരിതോഷികം കൊടുത്തിട്ടൊന്നും ഇവർ സ്വീകരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി. അന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഈ ബുക്കുകളും ഖുർആനും ഒക്കെ ഞങ്ങൾ ശേഖരിച്ചു. അതൊക്കെ കളക്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. പക്ഷെ ഞങ്ങളുടെ ഓരോ നടത്തത്തിലും ഇരുത്തത്തിലും ഉറക്കത്തിലും ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലൊക്കെ ഈ കുടുംബത്തിന്റെയും ഈ കുട്ടികളുടെയും ഈ കിടത്ത ഞങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരിക. അത് വരുമ്പോ വല്ലാത്ത ഹൃദയം പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. അവിടെ നിന്ന് അങ്ങോട്ട് ഇത് വായിക്കാൻ തുടങ്ങി. വായിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്കും എന്റെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യക്കും അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം തുറന്നു തന്നു. ഞങ്ങൾ ഇസ്ലാം മതം പ്രഖ്യാപിച്ചു. ഞങ്ങളിത് സ്വീകരിക്കാൻ വേണ്ടി ഈജിപ്ത് വരെ പോയി യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ പോയി അവിടുത്തെ ഒരു പണ്ഡിതന്റെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ ഇസ്ലാം പ്രഖ്യാപിച്ചത്, ഷഹാദത്ത് പ്രഖ്യാപിച്ചത്. പിന്നെ ഞാൻ എന്റെ ഉദ്യമം തുടങ്ങി. എന്റെ മിഷണറി പ്രവർത്തനത്തിൽ ഞാൻ മുഴുകി. എന്റെ നാട്ടിൽ ഒരു ഇസ്ലാമിക് സെന്റർ തുടങ്ങി. അവിടെ 100 പുസ്തകങ്ങളും ഖുർആൻ ട്രാൻസ്ലേഷനൊക്കെ വെച്ചു. ആളുകൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നു 93 മുതൽ ഈ 2002 ഇടയിൽ 1000-ലധികം ആളുകൾ എന്റെ നാട്ടിൽ ഈ ഹിദായത്തിലേക്ക് വന്നു. എന്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും സഹോദരിമാരൊക്കെ വന്നു. എന്റെ അച്ഛനെ പലപ്പോഴും ഞാൻ വിളിച്ചു. പക്ഷെ അച്ഛൻ പലപ്പോഴും എന്നോട് ദേഷ്യം പിടിച്ചു. എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നെ ശകാരിച്ചു. അച്ഛൻ പറഞ്ഞു, ഇതല്ല നമ്മുടെ പ്രമാണം, ബൈബിൾ ആണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും എന്നോട് ദേഷ്യം കയർത്ത് സംസാരിച്ചു. ഒരു ദിവസം ഞാനും എന്റെ സഹോദരനും കൂടി അച്ഛന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോ അച്ഛന് മാനസാന്തരം ഉണ്ടായി. അച്ഛൻ അവരുടെ ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ അച്ഛൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത അവസാനം അച്ഛനും ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അച്ഛൻ ഒരു വ്യാഴാഴ്ച ഇസ്ലാം സ്വീകരിക്കുകയും വെള്ളി കഴിഞ്ഞ് ശനി കഴിഞ്ഞ് ഞായറാഴ്ച എന്റെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് ഈ 1000-ലധികം ആളുകൾ അദ്ദേഹം കൂട്ടുമ്പോ അതിന്റെയൊക്കെ പിന്നിൽ വലിയ ഒരു പ്രതിഫലം ഒരാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഈ തുർക്കിക്കാരനായ മുസ്ലിമായ ഗ്രാമീണൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കും കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആയത്ത്, നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷിയാവാൻ ഏതുപോലെ റസൂലുള്ളാഹി നമുക്ക് സാക്ഷിയായതുപോലെ ഈ മനുഷ്യൻ അങ്ങനെ സാക്ഷിയായപ്പോ 1000-കണക്കിന് ആളുകൾ ഇസ്ലാമിന്റെ ദർശനത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കേണ്ടതാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ പോയിട്ടുള്ള റമദാനിന്റെ അവസാനത്തെ 10-ലാണ് നമ്മളുള്ളത്. നമ്മൾ ഇനിയുള്ള നിർണായകമായ മണിക്കൂറുകൾ നമുക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അള്ളാഹുവിനോട് കേണ് പറയാൻ, നമുക്ക് വന്ന തെറ്റുകൾ അറിഞ്ഞു അറിയാതൊക്കെ മനുഷ്യന് തെറ്റുവരും. ഇതൊക്കെ പറഞ്ഞ് ഈ റമദാൻ അവസാനിക്കുമ്പോ നമുക്ക് മനസ്സിന് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. പെരുന്നാളിന്റെ ദിനത്തിലേക്ക്, ഈദുൽ ഫിത്തറിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കാൻ കഴിയണം. ഒറ്റ കാര്യം കൂടെ പറയാം. ഒരു മരുഭൂമിയിലൂടെ വലിയൊരു യാത്രാ സംഘം നടന്ന് പകല് മുഴുവൻ ചൂടേറ്റ് ഉഷ്ണമേറ്റ് ടയേർഡായി ക്ഷീണിച്ച് വൈകുന്നേരം ഒരു താഴ്വരയിൽ അവര് കയ്യിലുള്ള ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ കിടന്നപ്പത്തേനും ഉറങ്ങി. കാരണം അത്രയും ടയേർഡായിട്ടുണ്ട്. അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണല്ലോ. അങ്ങനെ ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് രാത്രി ഒരു സമയം പിന്നിട്ടപ്പോ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം കണ്ട സ്വപ്നം എന്തായിരുന്നു? അദ്ദേഹം കണ്ട സ്വപ്നം മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങൾ ഈ കിടക്കുന്ന മരുഭൂമിയുടെ താഴ്വരയിൽ ധാരാളക്കണക്കിന് കല്ലുകളുണ്ട്, ചെതറിക്കിടക്കുന്നു. നിങ്ങൾ ഇരുട്ടിൽ തപ്പിയിട്ട് അതെടുത്താൽ നാളെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇത് പറഞ്ഞ് ഈ സ്വപ്നത്തിൽ വന്ന ആള് പോയി. അങ്ങനെ ഇദ്ദേഹം ഈ ആളുകളൊക്കെ വിളിച്ചുണർത്തി ഇത് പറഞ്ഞ സമയത്ത് ആളുകളൊക്കെ എണീറ്റ്, കുറെ ആളുകൾ പറഞ്ഞു, ഈ രാത്രി കിടന്നുറങ്ങേണ്ട സമയമാണ്, കല്ല് പെറുക്കേണ്ട സമയമല്ല, അബദ്ധമാണൊക്കെ പറഞ്ഞ് അവർ കിടന്നു. കുറച്ച് ആളുകൾക്ക് തോന്നി സ്വപ്നമാണെങ്കിലും രാവിലെ എന്തെങ്കിലും സന്തോഷിക്കാൻ വകയുണ്ടെങ്കിലും. അങ്ങനെ ഇവര് തപ്പി പറക്കി ചാക്കിൽ കുറച്ചൊക്കെ ഇട്ടു. കുറച്ചാളുകൾ അരച്ചാക്ക്, കുറച്ചാളുകൾ കാൽച്ചാക്ക്. അങ്ങനെ അവർ കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവര്, നേരം വെളുത്ത് അവർ ഈ ചാക്കിലേക്ക് നോക്കുമ്പോൾ ഇവര് അത്ഭുതപ്പെട്ടു പോയി. ഈ ചാക്കിൽ അവർ നിറച്ചത് കല്ലുകളായിരുന്നില്ല, തീർത്തും വിലപിടിപ്പുള്ള വജ്രങ്ങളായിരുന്നു. ആ താഴ്വരയിൽ 2 നിലവിളികൾ ഉണ്ടായി. ഒന്ന്, രാത്രി ഒന്നും പറക്കാതെ കിടന്നുറങ്ങിയ ആളുകളുടെ നിലവിളി, ഒന്നും പറക്കാൻ കഴിഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ ടീമിന്റെ നിലവിളി, ഞങ്ങൾ ഇത്രയും പറക്കിയത് ആ ചാക്ക് നിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിന്റെ നിലവിളി. ഞാൻ ഈ പോയിന്റ് പറഞ്ഞത്, നമ്മൾ ഈ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിലേക്ക് വരുമ്പോൾ നമുക്ക് ആത്മനിർവൃതി ലഭിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നതും തറാവീഹ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ടും നമുക്കിവിടെ ഇരിക്കാനുള്ള മനസ്സ്. ഇത് അള്ളാഹു നൽകിയ തൗഫീഖാണ്. ഇനിയും നമുക്കിത് കഴിഞ്ഞിട്ടും കൂടുതൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്തിട്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടേക്ക് അള്ളാഹുവിന്റെ തൗഫീഖും നിഅമത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത്തരത്തിൽ ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന മുത്തഖികളിൽ
മുവാഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.